ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളുടെ വെള്ളിയാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് മക്കൾക്ക് സ്കൂളിൽ പരിപാടിയാണ്. അപ്പോൾ വ്യാഴാഴ്ചത്തോടു കൂടി അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ തീർന്നു. വെള്ളിയാഴ്ച അവർക്ക് സ്കൂളിൽ ഓണാഘോഷമാണ്. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് വേഗം തന്നെ കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് ഇന്ന് വണ്ടി വരും. അപ്പോൾ വേഗം കിച്ചു കുളിച്ച് ഒരുങ്ങുന്നുണ്ട്. സച്ചുട്ടനെ ഞാനും വേഗം കുളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ കിച്ചുവിനും സച്ചുവിനും പോയി ഡ്രസ്സ് വാങ്ങിച്ചതാണ് കേട്ടോ. അവരുടെ സ്കൂളിൽ ഓണാഘോഷ പരിപാടിക്കുള്ള ഡ്രസ്സും പിന്നെ ഓണത്തിനെ കൂടെ ഉള്ളത് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം പോയി വാങ്ങിയതായിരുന്നു. അപ്പോൾ കിച്ചുവിൻ്റെ ഡ്രസ് കോഡ് നേവി ബ്ലൂ ഷർട്ടും മുണ്ടും ആയിരുന്നു. സച്ചുട്ടന് പിന്നെ അങ്ങനെ 1ാം ക്ലാസ്സിലായതുകൊണ്ട് ഒരു കളർ കോഡൊന്നും അവർ ഫ്രണ്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനും മുണ്ട് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ അതിന് തന്നെ കിച്ചുവിനെ വേഗം ഷർട്ടൊക്കെ കൈയൊക്കെ മടക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അവൻ ചെയ്തോളും. അപ്പോൾ സച്ചുട്ടൻ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഓരോ പരാതി പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്പാടിക്കുന്ന ഓണാഘോഷമൊന്നുമല്ല, അവൻ്റെത് കഴിഞ്ഞല്ലോ, നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവനും പോകണം എന്ന് പറഞ്ഞിട്ട് അമ്പാടി അവിടെ ബെഡിലിരുന്ന് വാശി പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് കുപ്പിയിൽ വെള്ളമാക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ സച്ചുട്ടൻ അങ്ങനെ കണ്ണാടി നോക്കി ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തോടു കൂടി ഇവരുടെ സ്കൂൾ അടയ്ക്കും. ഓണാഘോഷം കഴിഞ്ഞു സ്കൂൾ അടയ്ക്കും. അപ്പോൾ ഞാൻ ആദ്യം സച്ചുട്ടനൊരു ജീൻസിൻ്റെ നിക്കർ ഇട്ട് കൊടുക്കണം കേട്ടോ. അഥവാ മുണ്ട് അവന് ബുദ്ധിമുട്ടാകുമ്പോൾ ക്ലാസ്സിൽ നിന്ന് അഴിച്ചെടുക്കണമെങ്കിൽ അഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ആദ്യം നിക്കർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിലാണ് കേട്ടോ മുണ്ട് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അമ്പാടി അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവൻ്റെ പുതിയ ഷർട്ടിലെ സ്റ്റിക്കർ പറക്കി അങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് കുട്ടീനെ അങ്ങോട്ട് വെറുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചുട്ടന് അതിനനുസരിച്ച് ഓരോന്ന് പറയുന്നുണ്ട്. അമ്പാടിക്കാണെങ്കിൽ ഇവരെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് വാശി പിടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചവരെ അവർക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കണ്ടോ, അമ്പാടി ഷർട്ട് ചോദിച്ചിട്ടൊന്നും തരുന്നില്ല. അവൻ തന്നെ അതിൻ്റെ ബട്ടൺ ഊരണം, സ്റ്റിക്കർ പറിക്കണം എന്നൊക്കെ ഭയങ്കര വാശി കാണിക്കുകയാണ്. അപ്പോൾ അമ്പാടിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പാടിയുടെ വണ്ടിയും വരും. ഇവർക്കാണെന്ന് നേരത്തെ വണ്ടി വരിക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല കേട്ടോ. വേഗം അവരെ പറഞ്ഞു വിട്ടിട്ട് വേണം ബാക്കി ജോലികളിലേക്ക് നിൽക്കാൻ. പൂവ് പിന്നെ കിച്ചു ഇട്ടോ. ഇന്നത്തെ പൂവ് കിച്ചുവാണ് ഇട്ടത്. സച്ചുട്ടനെയും കിച്ചുവിനെയും വേഗം ഒരുക്കിയിട്ട് പിന്നെ അവരുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. കാരണം ഏട്ടൻ തലേ ദിവസമേ പറഞ്ഞിട്ടുണ്ട് മക്കളുടെ ഫോട്ടോ എടുത്ത് രാവിലെ അയക്കണേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം അവർ ഒരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റത്ത് ഇറങ്ങിയിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്തു. ഞാൻ ഷോർട്ടായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കണോ. അങ്ങനെ സച്ചുട്ടൻ കണ്ടോ ക്യാമറയിലൊക്കെ നോക്കിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം തന്നെ ഷൂവും അവർക്ക് ഇട്ട് കൊടുക്കണം. ഈ പുതിയ ഷൂ ഇന്നലെ വാങ്ങിയത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാകൊണ്ട് ഇവരെ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അമ്പാടി കിടന്നിട്ട് കളിക്കുന്നുണ്ട്. അമ്പാടി ഒന്നിനും സമ്മതിക്കുന്നില്ല. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ റോട്ടിൽ കയറി നിന്നു. അവരുടെ വണ്ടി വന്ന് അവരെ പറഞ്ഞു വിട്ടു. അതിനുശേഷം അമ്പാടീനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ. അവർ 3 പേരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനും വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇടവണ്ണ സപ്ലൈക്കോ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി. നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ കുറേ നേരം വരി നിന്നിട്ട് നമ്മൾ വില്ലടിച്ച് കിട്ടിയത്.